അങ്ങ് എറണാകുളത്ത് ആന്റിയുടെ ഫ്ലാറ്റിൽ ഒരു ദിവസത്തെ സ്ലീപ്പ് ഓവറിന് പോവാണേ. പോകുന്നതിന് മുമ്പ് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി നമ്മള്. എന്റെ എന്തോ പൊട്ടത്തരത്തിന് പൊട്ടിച്ചിരിക്കുന്ന എന്റെ മമ്മിയും അനിയത്തിയും. അതത്ര കാര്യാക്കണ്ട. ഒന്ന് കിച്ചണിൽ പോയി വന്നപ്പോഴേക്ക് നമ്മുടെ പുത്രനൊന്ന് നീന്തി വീണ് ചുണ്ടൊക്കെ ഒന്ന് ഫില്ലർ ഇട്ട പോലെ സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഞാനും ചേച്ചിയും കൂടെ ഒന്ന് ഫ്രഷ് ക്രീം വാങ്ങാൻ താഴെ പോയി വന്നതാ. ഇവിടെ വട്ടം കൂടിയിരുന്ന എല്ലാവരും ഭയങ്കര സംസാരം. ഒരു ലിഫ്റ്റ് നിറയെ ആളുകളെയും കുത്തി നിറച്ച് നമ്മൾ മറൈൻ ഡ്രൈവ് വാക്ക് വേ കൂടെ ഒരു നൈറ്റ് വാക്കിന് ഇറങ്ങിയിട്ടോ. ചുമ്മാ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഓരോരുത്തർക്കും പതുക്കെ വിശപ്പിന്റെ വിളി വന്നപ്പോഴേക്കും നമ്മള് വീണ്ടും ഫ്ലാറ്റിലേക്ക് പോയി. ഇനി ചെമ്മീൻ ബിരിയാണിയുടെ സ്മെല്ല് അടിച്ചിട്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും ഒരുപോലെ വിശപ്പായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീണ് കെട്ടണ ഈ കുഞ്ഞു ഗ്യാതറിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയല്ലേ. അങ്ങനെ അടുത്ത ദിവസം ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാവാന്ന് കരുതി. അതിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ കസിൻ നെക്സ്റ്റ് വീക്ക് കാനഡയ്ക്ക് പോവാം. അതിനു മുമ്പുള്ള ഒരു കുട്ടി ഗ്യാതറിംഗ് കൂടിയായിരുന്നു കേട്ടോ അത്. പൂളിന്റെ അവിടെ കുറച്ചു നേരം ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ നേരെ ചീനവല റെസ്റ്റോറന്റിലേക്ക് പോയി. ഇതിപ്പോ ഒരു കാടിളകി വരുന്ന പോലെ ഉണ്ടല്ലേ. ചെന്നിരുന്നപ്പോഴേക്കും വെൽക്കം ഡ്രിങ്ക് വന്നു കേട്ടോ. ഓ, ഇതൊക്കെ അവിടുത്തെ സ്പെഷ്യൽ ആയിരുന്നു. ഈ സാറിന് എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ട്? പണ്ട് ദേശ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ലേ, ആ പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നതാ. ഫുഡിനെ പറ്റിയൊക്കെ നല്ല നോളജ് ഉണ്ട് കേട്ടോ ആൾക്ക്. നമുക്ക് കുറെ വെറൈറ്റി ഫുഡൊക്കെ സാറ് പരിചയപ്പെടുത്തി തന്നു. നിങ്ങളിപ്പോ ചുമ്മാ എങ്കിലും മനസ്സിൽ വിചാരിക്കണ്ടാവില്ലേ ഇവള് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്ലീപ്പ് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് അടിയാണല്ലോ എന്ന്. സത്യം പറയട്ടെ, ഞാനും അതന്നെ വിചാരിക്കണേ, ഈ ഫുഡ് അടിക്ക് ഒരു അന്ത്യമില്ലേന്ന്. പിന്നെ ഇതാ ഫ്ലാറ്റിൽ നിന്നുള്ളൊരു വ്യൂ ആട്ടോ. അങ്ങനെ കാനഡ പോകുന്ന നമ്മുടെ കസിന് യാത്രാമംഗളങ്ങൾ നേർന്നുകൊണ്ട് ഇന്നത്തെ തീറ്റി വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.